ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G04 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്, HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പഞ്ചോൾ ഡിസൈനും അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള യൂണി SoC T606 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 16 മെഗാ പിക്സലിലെ ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും വരുന്നുണ്ട്. അപ്പം 7000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 8000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പോൾ മോട്ടോ G24 പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണിൻ്റെ പിന്നിൽ 50+2 മെഗാ പിക്സൽ ഡുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 6000 mAh ബാറ്ററിയും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G14 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ആ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ HD റെസൊല്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ G24 പവർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. എന്തായാലും G14 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കൂടി റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. യൂണി SoC T616 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റേ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ, 5000 mAh ബാറ്ററി വരുന്നുള്ളൂ, അതുപോലെ തന്നെ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളിൽ കുറവ് വരുന്നുണ്ട്. പക്ഷേ ഫുൾ HD റെസൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. ഇനി 10000 രൂപ പ്രൈസ് റേഞ്ചിലോട്ട് വരുമ്പോൾ മോട്ടോ G32 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ്റെ കൂടെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ലഭിക്കുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ മോട്ടറോളയുടെ 5G ഫോൺ കിട്ടുന്നുണ്ട്. മോട്ടോ G34 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. 13 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 14000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G54 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയ ടെക് ഡിമെൻസിറ്റി 7020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 128GB ഇൻ്റർണൽ കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 14000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 18000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G84 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് മുതൽ 5G സപ്പോർട്ടിൻ്റെ കൂടെ OLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. അപ്പം ഈ ഒരു G84 5Gയിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 14 5G ബാൻഡ്സ് ആണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 23000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് മോട്ടറോളയുടെ കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ ലഭിക്കുന്നുണ്ട്. മോട്ടോ എഡ്ജ് 40 ന്യൂ എന്ന സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മീഡിയ ടെക് ഡിമെൻസിറ്റി 7020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്.
പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് മോട്ടോ എഡ്ജ് 40 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്, പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8020 എന്ന പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 4400 mAh ബാറ്ററി കൊടുത്തിട്ടുള്ളൂ. ആ ഒരു സ്മാർട്ട് ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ തിക്നെസ് കുറഞ്ഞ ഒരു ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 30 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. വെയിറ്റ് 155 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. തിക്നെസ് 6.8 mm മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 12 5G ബാൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 50+50+2 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4020 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 35,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ മോട്ടോ എഡ്ജ് 30 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888+ എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+13+2 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4400 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 35,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഫോൾഡബിൾ ഫോൺ വേണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് 2 ഫോണുകൾ വരുന്നുണ്ട്. മോട്ടോ റേസർ 40 അതുപോലെ തന്നെ മോട്ടോ റേസർ 40 അൾട്രയും. ഇതിൽ മോട്ടോ റേസർ 40 ആണ് വില കുറഞ്ഞ ഫോൺ. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ പുറത്ത് 1.5 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64+13 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4200 mAh ബാറ്ററി 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 43,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പിന്നെ 65,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ റേസർ 40 അൾട്ര എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. 165 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ പുറത്ത് കുറച്ചും കൂടി വലിയൊരു 3.6 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. 12+13 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 3800 mAh ബാറ്ററിയും 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും അതുപോലെ തന്നെ 5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. 65,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് മോട്ടോറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഞാനേതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.